മെസ്സി വേൾഡ് കപ്പ് നേടിയതിനു ശേഷം എന്ത് വില കൊടുത്തും വേൾഡ് കപ്പ് നേടുക എന്നതാണ് റൊണാൾഡോയുടെ ലക്ഷ്യം. അതിന് വേണമെങ്കിൽ അദ്ദേഹം 50 വയസ്സ് വരെ വേണമെങ്കിലും കളിക്കും. വേൾഡ് കപ്പ് നേടാതെ റൊണാൾഡോ റിട്ടയർഡ് ചെയ്യത്തില്ല എന്ന് മുൻ ബ്രസീലിയൻ താരമായിട്ടുള്ള ക്ലബ് എഫ് പറയുന്നു. റൊണാൾഡോയെ കുറിച്ച് ചില കാര്യങ്ങൾ ക്ലബ് എഫ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നിലവിൽ റൊണാൾഡോയ്ക്ക് 40 വയസ്സാണ്. എന്നിട്ട് പോലും അദ്ദേഹം റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഡിക്ഷണറിയിൽ, റൊണാൾഡോയുടെ ഡിക്ഷണറിയിൽ റിട്ടയർമെന്റ് എന്നൊരു വാക്കില്ല എന്നാണ് ക്ലബ് എഫ് പറഞ്ഞിട്ടുള്ളത്. 2002 ബ്രസീലായിരുന്നു വേൾഡ് കപ്പ് നേടിയിരുന്നത്. ആ വേൾഡ് കപ്പ് നേടിയ ബ്രസീൽ ടീമിലെ ഒരു അംഗമായിരുന്നു ക്ലബ് എഫ്. ക്ലബ് എഫ് ആണ് ഇപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. മെസ്സി വേൾഡ് കപ്പ് നേടിയ സ്ഥിതിക്ക് ഒരിക്കലും റൊണാൾഡോ വേൾഡ് കപ്പ് നേടാതിരിക്കത്തില്ല. അദ്ദേഹം അത് നേടിയതിനു ശേഷം മാത്രമേ റിട്ടയർ ചെയ്യത്തുള്ളൂ. റൊണാൾഡോയുടെ മെന്റാലിറ്റി അത് വേറെ ലെവലാണ്. ഇപ്പോഴും 40 വയസ്സിലും അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാത്രം കണ്ടാൽ മതി. അദ്ദേഹത്തിന്റെ മെന്റാലിറ്റി ഒരു മോൺസ്റ്റർ ലെവലാണെന്നത് മനസ്സിലാക്കാൻ. റൊണാൾഡോ ഇപ്പോൾ സൗദി ലീഗിലാണ് കളിക്കുന്നതെങ്കിൽ പോലും വളരെ മികച്ച പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. റൊണാൾഡോ അദ്ദേഹത്തിന്റെ കരിയർ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. 1, 1000 ഗോളുകൾ നേടുക എന്നത്. 2, വേൾഡ് കപ്പ് നേടുക. 3, തന്റെ മകനൊപ്പം ഫുട്ബോൾ കളിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ക്ലബ് എഫ് അദ്ദേഹത്തെക്കുറിച്ച്, റൊണാൾഡോയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇക്കൊല്ലം ജൂൺ ജൂലൈയിൽ 3 രാജ്യങ്ങളായി വെച്ച് നടക്കുന്ന വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമുകളിൽ ഒന്നാണ് പോർച്ചുഗൽ. പോർച്ചുഗലിനെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്ക്വാഡിനെ കൊണ്ടാണ് വേൾഡ് കപ്പിലേക്ക് പോകുന്നത്. ആ ഒരു സ്ക്വാഡിലെ ഏറ്റവും വലിയ പോരായ്മ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊണാൾഡോ അല്ലാതെ മറ്റൊരു സ്കോറർ ഇല്ല എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ റൊണാൾഡോ സ്കോറിങ്ങിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. വളരെ മികച്ച രീതിയിൽ ആ ഒരു ടൂർണമെന്റിൽ റൊണാൾഡോയ്ക്ക് ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ പോർച്ചുഗല് ചരിത്രം കുറിച്ചേക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പോർച്ചുഗലിന് വേൾഡ് കപ്പ് നേടാൻ കഴിയുമോ? റൊണാൾഡോ അദ്ദേഹത്തിന്റെ ആ ഒരു റിട്ടയർമെന്റിന് മുമ്പ് വേൾഡ് കപ്പ് നേടുമോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ടെയിൽ.